ലഹരിക്കെതിരായ ബോധവൽക്കരണവും ഡി അഡിക്ഷനും ഫലം കണ്ടു തുടങ്ങുന്നുവെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നു. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ഫാമിലി ഡോക്ടർ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ സേവിയർ ജോൺ സംസാരിക്കുകയാണ് ഈ രംഗത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച്. ഓവർ ടു ഡോക്ടർ സേവിയർ ജോൺ. Family Doctor, supported by VPS Lakeshore. ഒരു റെയർ എപ്പിസോഡാണ് കേട്ടോ. വളരെ നല്ലൊരു പെൺകുട്ടി. അവൾ പറയാൻ ഞാൻ ഈ പറഞ്ഞ കഞ്ചാവ് ഇങ്ങനെ എന്തോ കഞ്ചാവല്ല MDMA ഏതൊരു ഇതിലും വെച്ച് ഉരുക്കി സ്മോക്ക് ചെയ്യാണ്. ഹുഡ്ക പോലത്തെ ഒരു സാധനം വെച്ച് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റ് കിട്ടും. അത് മടി അലസതയൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. അത് ഞാൻ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഫ്ലോറിൽ. ഈ കുട്ടി പറയാണ്, എനിക്കൊരു അബദ്ധം പറ്റി ഡോക്ടർ. ഞാൻ അന്നത്തെ ദിവസം മുറിയൊന്നും സെറ്റ് ചെയ്യാതെ അമ്മ ഊണ് കഴിക്കാൻ താഴെ വിളിച്ചപ്പോൾ ഞാൻ താഴോട്ട് പോയി. അപ്പോൾ അമ്മ മുകളിലോട്ട് പോയപ്പോൾ ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പം അമ്മയുടെ കരച്ചിൽ കാരണം തന്നെ ഞാൻ നിർത്തി സാർ എന്ന് പറഞ്ഞ് ലാസ്റ്റ് വീക്ക് ഒരു കുട്ടി വന്നു. അങ്ങനെ ഡോക്ടറെ ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടു. പക്ഷെ ചില കുട്ടികളൊക്കെ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ വിചാരിക്കണ മാതിരി അല്ല. ഐ ഫീൽ ദ ഫേസ് ഇസ് കമ്മിങ്, ദേ ആർ ഗെറ്റിംഗ് insight into the problems because they themselves, because of the media and the new thing, they lose job, they lose മമ്മിയൊക്കെ കരയുന്നു, സ്നേഹിക്കുന്ന പെണ്ണ് പോകുന്നു, കുടുംബം തകരുന്നു, അവർ തന്നെ തകരുന്നു, സാമ്പത്തികം ഇല്ലാതെ. അപ്പം ഇവർ തന്നെ ഡിസിഷൻസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Family Doctor, supported by VPS Lakeshore. മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സേവിയർ ജോൺ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ റെയ്ഡുകളൊക്കെ ഒരുപാട് കൂടി, ബോധവൽക്കരണമൊക്കെ കാര്യമായി നടക്കുന്നു. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് കാതം ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.